എടാ അശ്വന്ത് കോക്ക് പട്ടി, നിന്റെ തമ്പനയിലുണ്ട് നീ ശരിക്കും നല്ലൊരു അധ്യാപകനാണെന്ന്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുതെന്ന്. ശരിക്കും പ്രൊഡ്യൂസേഴ്സിന്റെ അത് ഊമ്പണതും ഊഞ്ഞാലാടുന്നതും നീയല്ലേ? എന്റെ പേര് സുജിത് എസ് നായർ. ഞാൻ അങ്കമട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. കുറച്ചു ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സിനിമയും എയറിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള 2-3 വ്ലോഗർമാര് സീൻ ബൈ സീന് കഥ പറഞ്ഞ് പടത്തെ നശിപ്പിക്കുകയും പ്രൊഡ്യൂസറും നായകനും ചേർന്ന് പ്രസ് മീറ്റ് നടത്തുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് പറയുകയും ചെയ്തു. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. അന്ന് രാത്രി അശ്വന്ത് കോക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാവാം പറഞ്ഞത് എന്തൊക്കെയാണെന്നും. എടാ താടി വെച്ച അന്താട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോട് പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയാം, പട്ടികളെ ഞാൻ പറയുന്നത്, സിനിമാക്കാർ പട്ടികളെ. എന്താ ഉറക്കം വരുന്നു? നീ പറഞ്ഞ ഈ സിനിമാക്കാര് പട്ടികളില്ലേ, ഈ പട്ടികളുടെ പട്ടിത്തീട്ടം തിന്നല്ലേ ഈ 4-5 കൊല്ലമായിട്ട് നീ ജീവിക്കുന്നത്. നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ഈ സിനിമാ നടന്മാരും മറ്റ് നിർമ്മാതാക്കളും ഒക്കെ നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നീ പറഞ്ഞു. എടാ അത് നിന്നെ പേടിച്ചിട്ടാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അതിരടി അതിന്റെ നിർമ്മാതാക്കൾ നിന്റെ സുഹൃത്തുക്കളാണ്. ഞാന് പൈസ വാങ്ങിച്ചിട്ടില്ല, അത് ഓക്കെ. പക്ഷെ നീ നല്ല റിവ്യൂ പറയണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിന്റെ സുഹൃത്തുക്കളാവണം എന്നതാണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പിന്നെ നീ മുന്നേരിക്ക് ഓമർ ലുലുവിന്റെ പടം നീ റിവ്യൂ പറയില്ല എന്ന് പറഞ്ഞു. നീ അതിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ കണക്ഷൻ വെച്ചിട്ട്. അപ്പോ നീ അഭിനയിച്ച പടങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ആൾക്കാരെ നിന്റെ ഫ്രണ്ട്സിന്റെ പടത്തിൽ നീ പറയത്തില്ല. ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പോ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ പറയാതിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അതാണോ പരമനാറി? നിന്റെ ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ടാണോ നിന്റെ റിവ്യൂ തീരുമാനിക്കുന്നത്? പിന്നെ നിന്റെ നല്ല അഭിപ്രായം നേടാന് പടം ഒരു സ്ക്രിപ്റ്റായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആവുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണം. വ്ലോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ? നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. എടാ പരമനാറി, നിന്റെ തുടക്ക സമയത്ത് 5000 രൂപ കൊടുത്ത നീ റിവ്യൂ പറയില്ല, സിനിമയെ കുറിച്ച് റിവ്യൂ പറയില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നമ്മുടെ സിനിമ റിലീസ് ചെയ്യണതിന് 15 ദിവസം മുന്നേ 15-20 ദിവസം മുന്നേ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുറേ പ്രൊമോഷൻ ടീമുകൾ വിളിക്കും. അതിലൊരു ടീം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ റിവ്യൂ ചെയ്യും, ഇങ്ങനെ പ്രൊമോഷൻ പരിപാടി ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പാക്കേജ് ഉണ്ട്. അശ്വന്ത് കോക്ക് എന്ന ആ വ്ലോഗർ അയാളെ റിവ്യൂ പറയത്തില്ല. അയാളെ റിവ്യൂ പറയാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ കൊടുത്താൽ അയാൾ അത്യാവശ്യം മോശമല്ലാത്ത മോശ സിനിമയാണെങ്കിൽ പോലും നല്ല റിവ്യൂ പറയാം. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ റിവ്യൂ പറയില്ല. ഓ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലേ നീ? അപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് ഇതിന്റെ പൈസ ഞങ്ങളെ തന്നാൽ ഞങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ ഉണ്ട്, ഒരു 10,000 രൂപ കിട്ടും, ബാക്കി ഒരു 95,000 രൂപ 95,000 അവർക്ക് പുള്ളിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് ആണ്, വേറെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. സത്യമായി പറയുന്നവനായി ഇത് എന്നോട് പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നീ റിവ്യൂ പറയാതെ ഇരിക്കണമെങ്കിൽ 5000 രൂപ തന്നാൽ മതി, ഞാൻ റിവ്യൂ പറയാതെ ഇരിക്കാം, മോശം സിനിമയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞു. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ?
ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 1 ലക്ഷം രൂപ സത്യമല്ലേ? പിന്നെ നീ എന്തിനാണ് അത് പറയുന്നത്? എനിക്ക് 1 ലക്ഷം രൂപ കുറഞ്ഞു പോയെന്ന്. എടാ കോപ്പെ, എടാ കോക്കല്ല കോപ്പെ, എടാ പരമനാറി, എടാ വ്ളോഗർ പട്ടി, എടാ വ്ളോഗർ പട്ടി, നിനക്ക് 1 ലക്ഷം രൂപ തന്നെ കൂടുതലാണ്. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. പിന്നെ മാധവ് സുരേഷ്, എടാ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അവനൊരു 10 വർഷത്തിനുള്ളിൽ അവൻ മലയാള സിനിമയുടെ സ്റ്റാർ ആവും. അത്രയും വേണം, വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചെറിയൊരു വേഷം വാങ്ങിച്ച് നീ അഭിനയിച്ചിട്ട് നീ മാധവ് സുരേഷിന്റെ അതിന്റെ ഒരു പടി ഒരു ജസ്റ്റ് എങ്കിലും മേളില് നീ അഭിനയിച്ച് കാണിരടാ വ്ളോഗർ പട്ടി പട്ടി.